എന്തായാലും ഞാൻ പോയാലും എൻ്റെ ശബ്ദമൊക്കെ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരാളെ നിർത്തിയിട്ടാണ് ഞാൻ വന്നത്. ക്ലോസറ്റിൽ ലാസ്റ്റ് ആ ഫിസിക്കലോണൊക്കെ മേടിച്ച് തന്നൂല്ലേ? രതീഷ് ബ്രോ, ഇത് ഫിലിപ്സ് അല്ലേ? അതെ അതെ അതെ. OTT വന്നപ്പോൾ ഭയങ്കര ഒപ്പീനിയൻ ഉള്ള പടമാണ്. അത് നല്ല പടം, കുഴപ്പമൊന്നുമില്ല, നല്ല പടം. നമ്മുടെ ഇന്നസെന്റ് ഏട്ടൻ അവസാനമായിട്ട് അഭിനയിച്ച സിനിമയാണ്. ആണോ? ആ സൗണ്ട് ആരുടെയാണെന്നറിയോ? ഇന്നസെന്റ് ഏട്ടനെ? ഒരിക്കലും അല്ല. പിന്നെ ഇന്നസെന്റ് ഏട്ടൻ്റെ സൗണ്ട് അല്ലെന്നേ. ഞാൻ ഉറപ്പ് പറയുന്നത് ഇത് ഇന്നസെന്റ് ഏട്ടൻ്റെ സൗണ്ട് തന്നെ. ഉറപ്പ് പറഞ്ഞു, പക്ഷെ ഞാൻ പറയുന്നു ഇത് ഇന്നസെന്റ് ഏട്ടൻ അല്ല ഡബ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ബെറ്റ് വെക്കാം. ബെറ്റ് വെക്കാം. തീർച്ചയായും. ഓക്കെ. അല്ല, എന്തോടെ ഒരു തർക്കം ചേട്ടാ, ഫിലിപ്സ് സിനിമ അതിലെ ഇന്നസെന്റ് ഏട്ടന്റെ ശബ്ദം, ആ ശബ്ദം ആര് ഡബ് ചെയ്തു, അതാണ് ഇവിടുത്തെ തർക്കം. എത്ര രൂപയ്ക്ക് പറ്റ്? 1000 രൂപ. 1000 രൂപയ്ക്ക്. 1000 രൂപ. നിങ്ങൾ തമ്മിലാണോ പറ്റ്? ഞങ്ങൾ തമ്മിൽ. എന്നാൽ നിന്റെ 1000 പോയി. ഈ ഫിലിപ്സ് എന്ന് പറയുന്ന സിനിമയിൽ ഇന്നസെന്റ് ആയിട്ടിന് വേണ്ടി ഡബ് ചെയ്തിട്ടുള്ളത് ഞാനാണ്. ഇതാരാന്നറിയോ? മലയാളികൾക്ക് മുഴുവൻ സുപരിചിതനായ കലാഭവനിലൂടെ വളർന്നു വന്ന ദേ മാവേലിക്കൊമ്പത്തെ കാസറ്റിലൂടെ പ്രേക്ഷകരുടെ എല്ലാം ഹൃദയം കീഴടക്കിയ കലാഭവൻ ജോഷി ചേട്ടൻ. റിബിനെ, കൂടുതൽ കാര്യങ്ങളെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. വാ ചേട്ടാ. ഓക്കെ. ജോഷി ചേട്ടാ, നമസ്കാരം. നമസ്കാരം. പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫിലിപ്സ് OTT വന്നപ്പോഴാണ് കൂടുതൽ വീണ്ടും ഈ ഇന്നസെന്റ് ഏട്ടൻ്റെ ശബ്ദം വീണ്ടും ചർച്ചയാകുന്നത്. തീർച്ചയായിട്ടും റിബിനെ, അതിലൊത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ സിനിമകൾ ഈ OTT വരുമ്പോഴാണ് ഭയങ്കര വിജയം സംസാരിക്കുന്നത്. അതെ അതെ അതെ. അതിൽ എനിക്കൊക്കെ ഏറ്റവും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്നസെന്റ് ഏട്ടനെ നമ്മൾ എങ്ങനെ കേൾക്കുന്നോ, എങ്ങനെ കാണുന്നോ, അതേപോലെ ആ ശബ്ദം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു. അത് ഇപ്പോൾ പല പ്രേക്ഷകരും അത് കണ്ടവർ എന്നോട് പറയാറുണ്ട്, അത്രത്തോളം ഒന്നും എത്തിയിട്ടില്ല എന്നൊക്കെ ചിലരും പറയാറുണ്ട്. അത് നമുക്കറിയാലോ, എന്തായാലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ രണ്ടുണ്ടാവും പ്രശ്നം. അതെ അതെ അതെ. പിന്നെ നമ്മൾ 100% അത് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ഇന്നസെൻ്റായി. നമ്മളൊരു ആ ശബ്ദം മനസ്സിൽ ഓർത്തിട്ട് ഇപ്പോഴത്തെ ആ പ്രായം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഡബ് ചെയ്യുമ്പോഴാണ് ഞാൻ അതിനോട് കൂടുതലൊരു നീതി പുലർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. അത് പ്രേക്ഷകർ കുറേ പേര് അംഗീകരിച്ചിട്ടുണ്ട്. ആരൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരുപാട് പേരത് ഹൃദയത്തോട് ചേർത്തു. അതിലേറ്റവും എനിക്ക് ടച്ചിങ് ആയിട്ട് തോന്നിയത് ഒരു പക്ഷേ ഇന്നസെന്റ് ഏട്ടൻ്റെ ഫാമിലി എന്ത് പറഞ്ഞു. ഈ പടം ഡബ് ചെയ്യാൻ തന്നെ കാരണം ഇന്നസെന്റ് ഏട്ടൻ്റെ ഫാമിലിയാണ്. ഫിലിപ്സിൻ്റെ ആളുകൾ എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അപ്പോൾ ഒരു പിടുത്തം കൊടുത്തിട്ടുണ്ടായില്ല. അങ്ങനെ സോണറ്റ് വിളിച്ച് പറയുകയാണ് ചെയ്തത്, ചേട്ടാ അവർ കുറച്ച് ദിവസമായി നടക്കുന്നു, അപ്പച്ചൻ ഇത്തിരി അവശതയിലാണ്, ഒന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. അങ്ങനെ പോയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ജസ്റ്റ് അവരപ്പോഴും ഒരു ട്രാക്ക് എന്ന രീതിയിലാണ് അവർ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ആ ട്രാക്കാണെങ്കിൽ പോലും നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ അത് ചെയ്തു. ഞാനിപ്പോൾ മറ്റുള്ള ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞ മാതിരി ഇന്നസെൻ്റ് ആയിട്ട് നമ്മുടെ കൂടെ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അതിൽ പഴയ നമ്മുടെ ലാലേട്ടനൊക്കെ അഭിനയിച്ച സിനിമയിലെ ഒരു ചെറിയ പോർഷൻ വരുന്നുണ്ട്. ആ പാട്ടില്ലേ, ഈ ട്രെയിനിലുള്ള ഇപ്പോൾ ഒരു ചെറിയൊരു ആഗ്രഹം, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം. അഴകാന നീലിമയിൽ ഒരുപോലെ ഓടി വരും കണ്ണാടി പോലെ വരും ടോണിക്കുട്ട, ഇന്നല്ലെങ്കിൽ നാളെ വരും, നാളില്ലെങ്കിൽ മറ്റന്നാൾ വരും, എന്നാലേ ഏതാലേ ടോണിക്കുട്ട. ഒരു അവിടുന്ന് ഈ പടത്തിലേക്ക് എത്തുമ്പം ആ ശബ്ദം ആ പ്രായത്തിനനുസരിച്ച് മാറി. ആ പ്രായത്തെ ശരിക്കും ഉൾക്കൊണ്ടാണ് അത് ചെയ്തേക്കുന്നത്. അതെങ്ങനെയാണ് അതിപ്പോൾ ഇപ്പോൾ സംസാരിക്കുന്ന ഒരു നോർമൽ ഒരു വോയിസ് ഉണ്ട്. ഈ ചില ആളുകൾ ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, ഇന്നസെൻ്റ് ഏട്ടൻ കാപ്പി കുടിച്ചോ? ഞാൻ കാപ്പി കുടിച്ചില്ല, അയാൾക്ക് എന്താ പ്രശ്നം? ഇങ്ങനെ ബോധമില്ലാത്ത കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് മുന്നോക്കൂടെ വീടിൻ്റെ മുന്നോക്കൂടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സംസാരിക്കും. അപ്പം ഞാൻ ഇവരോടൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഇവർക്കൊന്നും വേറെ പണിയില്ല. ഞാനങ്ങനെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ ശൈലിയാണ് ഞാൻ ഇതിൽ വേണ്ടിയിട്ട് ഞാൻ പ്രയോഗിച്ചത്. അതായത് അത്രയും നോർമലാണ് പുള്ളി. അങ്ങോട്ട് വിട്ടു കൊടുക്കട, എന്തിനാടാ ഈ ഇതൊക്കെ അങ്ങനെ പറയുന്ന ചെറിയ ഇതുകളും, പിന്നെ കുളിരുണ്ടെങ്കിലല്ലേ കുപ്പായത്തിന് വിലയുള്ളൂ. ആ കാറ് വിറ്റിട്ട് കൊടുക്കുന്ന
ഒരു ആളുടെ ഡയലോഗ്. പക്ഷെ അത് ആ ഡയലോഗ് കേട്ടപ്പോൾ തന്നെ നമുക്കും ഒരു ശരിക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഫീൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എത്ര പ്രേക്ഷകർക്ക് അത് കൃത്യതയോടുകൂടി ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും 100% നമ്മൾ ഓക്കെ എന്ന് ഞാൻ പറയില്ല. എന്തായാലും ഇത് മുകളിൽ എന്തായാലും പുള്ളി ഇപ്പൊ സ്വർഗത്തിൽ ദൈവത്തിന്റെ കൂടെ ആയിരിക്കും. തീർച്ചയായിട്ടും അവിടെ ഇരുന്ന് ഇപ്പൊ എന്തായിരിക്കും പറയുക ജോഷി? അങ്ങനെ പറയുമ്പോൾ പറയേ, എന്തായാലും ഞാൻ പോയാലും എൻ്റെ ശബ്ദമൊക്കെ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരാളെ നിർത്തിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അവിടെ ആളുകളൊക്കെ ചോദിക്കുക ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഡബ് ചെയ്ത്. അപ്പോൾ എന്തായാലും ഇന്നസെൻ്റ് ഏട്ടൻ നമ്മുടെ ഒപ്പം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ ഞങ്ങൾക്ക് മുമ്പിൽ വീണ്ടും ഫിലിപ്സിലൂടെ തിരികെ നൽകിയതിന് 1000 നന്ദി. ഓക്കെ, താങ്ക് യു റിബിൻ. ഒത്തിരി സന്തോഷം.